പൂക്കാലം ഫ്ലവർ ഷോവിൻ്റെ ഉദ്ഘാടനം മലമ്പുഴ MLA എ പ്രഭാകരൻ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനുമോൾ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ കളക്ടർ ഡോക്ടർ ചിത്ര IAS, ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ സെക്രട്ടറി ഡോക്ടർ സിൽബർട്ട് ജോസ്, ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ S അനിൽകുമാർ, മലമ്പുഴ ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ G മോഹനൻ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് വൈകിട്ട് സ്വരലയ അവതരിപ്പിക്കുന്ന ഗാനോത്സവം, ജാഫർ അനീഫയും സംഘവും അവതരിപ്പിക്കുന്ന റീതം, ട്രീലോഗി, ലൈവ് ബാൻഡ് എന്നിവ നടക്കും. അത്രയൊന്നും മുടക്കിയിട്ടില്ല. വളരെ ചെറിയ ബജറ്റിൽ വളരെ ചുരുക്കത്തിൽ നടത്താൻ ശ്രമിച്ചതാണ്. വലിയ സ്പോൺസർഷിപ്പ് ഒന്നും എടുക്കാതെ നമ്മുടെ ഫണ്ടിൽ നിന്ന് തന്നെ ചെലവാക്കാൻ ശ്രമിച്ചതാണ്. പക്ഷെ ആ പരിമിതമായിട്ടുള്ള ബജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് എല്ലാവർക്കും അന്ന് സന്തോഷത്തോടെ കണ്ടുപോകാൻ പറ്റുന്ന ഒരുപാട് കാഴ്ചകൾ നമ്മുടെ എല്ലാ തൊഴിലാളികളുടെയും സഹകരണത്തോടു കൂടി ശ്രീമതി പത്മജിയും അതുപോലെ തന്നെ രാജേഷും ഇവർ രണ്ടുപേരും നേതൃത്വം കൊടുത്ത് ചെയ്തിട്ടുണ്ട്. അവർ രണ്ടുപേരെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ ഇവിടെ മറ്റ് ജനപ്രതിനിധികളെ ഞാൻ പേര് പറയാൻ വിട്ടുപോയവർ ഒരുപാട് പേരുണ്ട്. നമുക്ക് ജനപ്രതിനിധികളുടെ സഹകരണവും നേതൃത്വവുമാണ് ഇങ്ങനെയുള്ള ഒരു വലിയ പരിപാടിക്ക് ഏറ്റവും അത്യാവശ്യം. അപ്പോൾ അത് ഏറ്റവും നിർലോഭം നൽകുന്ന എല്ലാ ബഹുമാനപ്പെട്ട നമ്മളങ്ങോട്ട് പോകുന്ന ഒരു സാധനം സന്ദർശനം നടത്തിയിരുന്നു. അത്രേ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് നമുക്ക് ഈ വർഷം പുഷ്പമേള എന്തായാലും മീറ്റിംഗ് നടത്തി അതിന് ഇതേപോലെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ എന്തായാലും ഒരു ചാലഞ്ച് പോലെ എന്തായാലും പുഷ്പമേള ആദ്യമായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് ഇവിടെ പുഷ്പമേള നടത്തിയിട്ടില്ല. 2015 ശേഷം പിന്നെയാണ് ഇത് പുഷ്പമേള ഈ വർഷമാണ് നടത്തുന്നത്. തീർച്ചയായും നമുക്കൊക്കെ അറിയുന്നത് പോലെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് മലമ്പുഴ. ഇവിടെ ബഹുമാനിയായി കാലത്ത് സൂചിപ്പിച്ച രീതിയിൽ പഴയ പ്രതാപത്തിൽ ഒരു മങ്ങലേറ്റിട്ടുണ്ട് എന്ന കാര്യത്തിൽ തർക്കമില്ല. ആ പഴയ പ്രതാപം വീണ്ടെടുക്കാനുള്ളതിൻ്റെ ഒരു തുടക്കമെന്ന രീതിയിൽ നിങ്ങൾ ഈ പുഷ്പ പ്രദർശനം ഉണ്ടാകുന്നു. ഞാൻ കുട്ടിയാകുന്ന കാലത്തും കൽപ്പനക്കാലം എത്ര പ്രായം കൂടുതലുള്ള ആളാണ് ഞാൻ. അവർക്ക് അത്ര പ്രായമായിട്ടില്ല. അതാണ് 80കളിൽ ജനിച്ചാന്നൊക്കെ പറഞ്ഞതുപോലെ. ഞാനിവിടെ ചെറുപ്പത്തിൽ ഒരുപാട് തവണ ഇവിടെ വന്നിട്ടുള്ളത് മാത്രമല്ല, നിങ്ങൾക്കൊക്കെ അറിയുമെന്ന് എനിക്കറിയില്ല, ഒരുപാട് സിനിമ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്കറിയാം, തമിഴ്നാട്ടിലെ ഏറ്റവും പ്രഗത്ഭനായ, ഇന്ത്യ രാജ്യത്ത് തന്നെ പ്രഗത്ഭനായ നടനായിരുന്നു ശിവാജിയുടെ അച്ഛൻ നടികർത്തിക. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ആലയമണി സരോജാദേവി ശിവാജിയുടെ സിനിമ ഷൂട്ടിംഗ് നടന്നതുകൊണ്ടാണ്. നിങ്ങൾ എപ്പോഴും പഴയ പാട്ടുകളൊക്കെ വെച്ച് നോക്കിയാൽ അത് ഈ മലമ്പുഴ ഗാർഡൻ അതിൽ കാണാൻ പറ്റും. ധർമ്മേന്ദ്രയും ആശാപ്പരയും കൂടിയുള്ള ഒരു സിനിമ ഇവിടെ ഞാൻ ആ ചെറുപ്പത്തിൽ കുട്ടിയായിരിക്കുന്ന ഷൂട്ടിങ്ങൊക്കെ കാണാൻ ഇവിടെ വന്നിട്ടുണ്ട്. കടമ വാശുമാ സിനിമയിലെ ഒരു ഷൂട്ടിംഗ് ഇവിടെ ഒരു പാട്ട് ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഈ മലയും അതുപോലെ തന്നെ ഇവിടുത്തെ ഈ പൂന്തോട്ടവും രീതിയിൽ ഈ പുഷ്പമേള മാറട്ടെ. തുടർന്ന് ഈ പ്രദേശത്തിന്റെ പഴയ പ്രതാപം നമുക്ക് വീണ്ടെടുക്കാൻ ഒത്തൊരുമിച്ച് മുന്നോട്ട് പോകാം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു.